ദൈവാത്മാവിനാൽ നടത്തപ്പെടുന്ന വ്യക്തികൾക്കെതിരായും ദൈവാത്മാവിനാൽ നയിക്കപ്പെടുന്ന ദൈവസഭകൾക്കെതിരായും രണ്ട് വിധത്തിലുള്ള പൈശാചിക എതിർപ്പുകൾ ഉയരുന്നുണ്ട് എന്ന് തിരുവെഴുത്തിൽ കൂടെ ഞാൻ മനസ്സിലാക്കി. അത് ഏതൊക്കെയെന്നും എങ്ങനെയൊന്നും ഇന്നും നാളെയുമായി നിങ്ങളുമായി പങ്കിടുവാൻ ഞാൻ കർത്താവിൽ ആഗ്രഹിക്കുകയാണ്. ഇത്തരത്തിലുള്ള ദൈവിക വെളിപ്പാടുകൾ എനിക്ക് ലഭിച്ചത് പഴയ നിയമ പുസ്തകമായിരിക്കുന്ന രാജാക്കന്മാർ പുസ്തകം 7-ാം അധ്യായത്തിൽ നിന്നാണ്. അതുകൊണ്ട് തന്നെ അതിലെ ചില സംഭവങ്ങൾ നിങ്ങളുമായി പങ്കിടുവാൻ ഞാൻ കർത്താവിൽ ആഗ്രഹിക്കുന്നു. ഒരാത്മീക നവോത്ഥാനം ഈ തലമുറയിൽ ഉണ്ടാകണമെന്നുള്ള ദൈവിക ലക്ഷ്യത്തോടെ ഇന്നത്തെ വചന ശുശ്രൂഷയിലേക്ക് ഞാൻ പ്രവേശിക്കട്ടെ. ഏലിയാവിൻ്റെ ഇരട്ടി ആത്മശക്തി പ്രാപിച്ച എലീശ ഏലിയാവിൻ്റെ മേൽ നിന്ന് വീണ പുതപ്പെടുത്ത് യോർദാനെ അടിച്ചു എന്ന് തിരുവെഴുത്തിൽ പറയുന്നുണ്ട്. ആ നദി രണ്ടായി പിളർക്കപ്പെട്ടു. ഏലിയാവ് അവസാനിപ്പിച്ചെടുത്ത് എലീശ തൻ്റെ ശുശ്രൂഷ ആരംഭിക്കുകയായിരുന്നു. തലമുറകൾ കഴിയുന്തോറും പുറകോട്ടല്ല ആത്മീക ശുശ്രൂഷകൾ പോകേണ്ടത്. ദൈവാത്മാവിനാൽ നടത്തപ്പെടുന്ന ആത്മീക നേതൃത്വങ്ങളുണ്ടെങ്കിൽ ഒരിക്കലും ദൈവസഭയിൽ ശുശ്രൂഷകൾ, ആത്മാവിൻ്റെ നിയോഗങ്ങൾ അത് പുറകോട്ട് പോകത്തില്ല. അത് നമ്മളെ മുമ്പോട്ട് തന്നെ, ദൈവസഭയെ മുന്നോട്ട് തന്നെ നടത്തുവാനായി തീരും. യോർദാനിൽ നിന്നും എലീശ യെരിഹോ പട്ടണത്തിലേക്ക് പോയി എന്ന് തിരുവെഴുത്ത് പറയുന്നുണ്ട്. ആ പട്ടണക്കാർ എലീശയോട് ഈ പട്ടണത്തിൻ്റെ ഇരിപ്പ് മനോഹരമാണെന്നും യജമാനൻ കാണുന്നുവല്ലോ, എന്നാൽ വെള്ളം ചീത്തയും ദേശം ഗർഭനാശവുമാകുന്നു എന്ന് പറഞ്ഞു. 2 രാജാക്കന്മാർ പുസ്തകം 2-ാം അധ്യായം 19-ാം വാക്യമാണ് ഇവിടെ ഞാൻ വായിച്ചത്. യെരിഹോ പട്ടണത്തിലെ ഒരു ഉറവയിൽ നിന്നും പുറപ്പെടുന്ന വെള്ളം മലിനവും അത് ചെന്നു ചേരുന്ന ദേശങ്ങളെ നിഷ്ഫലവുമാക്കിയിരുന്നു. യെരിഹോ പട്ടണം തലമുറകളായി ഈ ശാപത്തിന് കീഴിലായിരുന്നു. ഏലിയാവിൻ്റെ ശുശ്രൂഷാകാലത്തും ഈ ഉറവ് പട്ടണത്തെ മലിനപ്പെടുത്തുന്നുണ്ടായിരുന്നു. എങ്കിലും അന്ന് ആ യെരിഹോ പട്ടണക്കാർക്ക് അതിൻ്റെ മൂലകാരണത്തെ കണ്ടെത്തുവാനോ അതിനെ എതിർക്കുവാനോ യെരിഹോ ആർക്ക് കഴിഞ്ഞില്ല. എന്നാൽ എലീശ ഏലിയാവിൻ്റെ ഇരട്ടി ആത്മശക്തിയോടുകൂടെ തൻ്റെ ശുശ്രൂഷ ആരംഭിച്ചതോടുകൂടെ യെരിഹോവുകാരുടെ ഹൃദയദീക്ഷ തുറക്കപ്പെടുകയും ഉറവിൽ നിന്നും വരുന്ന വെള്ളമാണ് തങ്ങളുടെ ദേശത്തെ നിഷ്ഫലമാക്കുന്നതെന്നും അവർ തിരിച്ചറിയുകയും ചെയ്തു. അവർ അത് എലീശയെ അറിയിച്ചു. എലീശ ആ ഉറവിനെ ഉപ്പിട്ട് ശുദ്ധീകരിച്ചു. സാത്താന്യ ബന്ധനത്തിൽ വസിച്ചിരുന്ന ആ യെരിഹോ പട്ടണത്തെ എലീശ കർത്താവിൻ്റെ ആത്മാവിനാൽ സ്വതന്ത്രമാക്കുകയായിരുന്നു. പട്ടണത്തിന്മേലുണ്ടായിരുന്ന തൻ്റെ അധികാരത്തെ തകർത്ത എലീശയ്ക്കെതിരായി സാത്താൻ കോപത്തോടെ എഴുന്നേറ്റു. ദൈവാത്മാശക്തിയോടെ ശുശ്രൂഷിക്കുന്ന ദൈവപുരുഷനായ എലീശയെ നേരിട്ടൊരാക്രമണത്തിൽ കൂടെ പരാജയപ്പെടുത്തുവാൻ കഴിയാത്തതിനാൽ അവനെ അപമാനിക്കുവാൻ ബഥേലിലെ ചെറുപ്പക്കാരെയാണ് സാത്താൻ ഉപയോഗിച്ചത്. മൊട്ടത്തലയ കയറുക എന്നിങ്ങനെ പറഞ്ഞ് പരിഹസിച്ചു. ഉടനെ എലീശ യഹോവയുടെ നാമത്തിൽ അവരെ ശപിച്ചു. പെട്ടെന്ന് വനത്തിൽ നിന്നും പുറപ്പെട്ടു വന്ന 2 പെൺകരടികൾ അവരിൽ 42 പേരെ കടിച്ച് കീറിക്കളഞ്ഞു. ബഥേൽ എന്ന പേരിൻ്റെ അർത്ഥം ദൈവഭവനമെന്നാണല്ലോ. നാശപട്ടണമായിരിക്കുന്ന യെരിഹോവിൻ്റെ ശാപം അഴിയപ്പെട്ടപ്പോൾ ദൈവഭവനത്തിലെ തലമുറകൾ ശപിക്കപ്പെട്ടവരായി തീർന്നു. ദൈവഭവനത്തിലെ ചെറുപ്പക്കാർ സാത്താന്യ പ്രേരണയാലാണ് ദൈവപുരുഷനായ എലീശയെ അപമാനിക്കുവാൻ പുറപ്പെട്ടത്. അതിനുള്ള ശിക്ഷ ഉടൻ തന്നെ അവർക്ക് ലഭിച്ചു. ബന്ധനത്തിൽ അല്ലെങ്കിൽ ശാപത്തിൽ വസിക്കുന്ന ഒരു വ്യക്തിയെയോ ഒരു കുടുംബത്തെയോ ഒരു രാജ്യത്തെയോ വിടിവിപ്പാൻ ദൈവത്തിന് തിരിഹിതമുണ്ടെങ്കിൽ അതിനെ എതിർക്കുവാൻ ആർക്ക് കഴിയും? ദൈവവചനത്തോടുള്ള അനുസരണക്കേട് നിമിത്തം സാത്താന്യ ബന്ധനത്തിൽ അകപ്പെട്ടവരും വചനത്തിങ്കിലേക്ക് മടങ്ങി വന്ന് അനുഗ്രഹം പ്രാപിക്കണമെന്നാണ് ദൈവം ആഗ്രഹിക്കുന്നത്. എന്നാൽ സാത്താൻ അത് ഇഷ്ടപ്പെടുന്നില്ല. മടങ്ങിപ്പോകുന്നവരെയും തിരികെ പിടിക്കുവാനാണ് അവൻ ശ്രമിക്കുന്നത്. ശാപത്തിൽ അല്ലെങ്കിൽ അനുസരണക്കേടിൻ്റെ മൂലകാരണത്തെ കണ്ടെത്തി ജനത്തെ അനുഗ്രഹത്തിലേക്ക് നടത്തുവാൻ കൃപ ലഭിച്ചവരെയാണ് സാത്താൻ ഇങ്ങനെയുള്ള സന്ദർഭത്തിൽ ഏറ്റവും അധികം എതിർക്കുന്നത്. ഇവിടെ യെരിഹോവിൻ്റെ ശാപത്തെ തകർത്ത എലീശയെ എതിർക്കുവാൻ സാത്താൻ ഉപയോഗിച്ചത് ബഥേലിലെ തലമുറകളെയായിരുന്നു. എന്നാൽ ബാലിനോടുള്ള ഭക്തിയിൽ വസിക്കുന്ന ദൈവഭവനത്തിലെ തലമുറകൾക്ക് അത് തിരിച്ചറിയാൻ കഴിയാതെയായിപ്പോയി. യേശുക്രിസ്തുവിനോടുള്ള ആദ്യ സ്നേഹം നഷ്ടമാക്കിയ എത്രയോ വ്യക്തികളും കുടുംബങ്ങളും ഇന്നത്തെ പ്രാദേശിക സഭകളിലുണ്ട്. സാത്താൻ വിവിധ രീതികളിൽ അവരെ ആക്രമിക്കുന്നുമുണ്ട്. ഇപ്രകാരം ശാപത്തിൽ വസിക്കുന്നവർ ഒന്നിനു പുറകെ മറ്റൊന്നായി കഷ്ടതകൾ വരുമ്പോഴും അവർ ചിന്തിക്കുന്നത് ദാരിദ്ര്യത്തിൽ കൂടെയും രോഗങ്ങളിൽ കൂടെയും ദൈവം തങ്ങളെ ചെത്തിവെടിപ്പാക്കുകയാണെന്നാണ്. സാത്താന്യ തന്ത്രങ്ങളെ തിരിച്ചറിഞ്ഞ് എതിർത്ത് നിൽക്കേണ്ട പ്രാദേശിക ദൈവസഭകൾ തന്നെയും ശത്രുവിനാൽ ബന്ധിക്കപ്പെട്ടു എന്ന് വരാം. ഇപ്രകാരം അനുസരണക്കേടിൽ വസിക്കുന്ന ബഥേലുകാരെയാണ് അല്ലെങ്കിൽ ദൈവഭവനത്തിലെ തലമുറകളെയാണ് ദൈവാത്മാവിനാൽ നടത്തപ്പെടുന്ന വ്യക്തികൾക്കെതിരെ സാത്താൻ ഇന്നും ഉപയോഗിക്കുന്നത്. എലീശയുടെ ശുശ്രൂഷ ആരംഭിച്ചതോടുകൂടെ ഇസ്രായേലിൽ ദൈവമഹത്വവും വെളിപ്പെട്ടു തുടങ്ങി. യെരിഹോ പട്ടണത്തിൻ്റെ ശാപം നീക്കപ്പെട്ടു. പട്ടണം അനുഗ്രഹിക്കപ്പെട്ടു. മോവാബ് രാജാവിനോട് യുദ്ധം ചെയ്യുവാൻ പുറപ്പെട്ട ഇസ്രായേൽ രാജാവും സംഘവും
വഴിതെറ്റി മരുഭൂമിയിൽ അലഞ്ഞു നടന്നപ്പോൾ ദൈവം അവർക്ക് വേണ്ടി ഒരത്ഭുതം ചെയ്തു. മരിച്ചുപോയ പ്രവാചക ശിഷ്യൻ്റെ കുടുംബത്തിൽ അത്ഭുതകരമായ ദൈവിക സമൃദ്ധി ഉണ്ടായി. മക്കളില്ലാതെയുള്ള ദുഃഖത്തിൽ ജീവിച്ച ശുനേംകാരത്തിക്ക് ദൈവം ഒരു മകനെ നൽകി. ശത്രുരാജ്യത്തെ സൈന്യാധിപനായിരുന്ന നായമാൻ കുഷ്ഠരോഗിയായിരുന്നു. എന്നാൽ എലീശ അവനെ സൗഖ്യമാക്കി. പ്രവാചക ശിഷ്യന്മാരുടെ പാർപ്പിടം ഇടുക്കമുള്ളതായിരുന്നു. അവർ തങ്ങളുടെ ഇടുക്കത്തെ തിരിച്ചറിഞ്ഞ് ഒരു വിശാലതയുള്ള പാർപ്പിടം പണിതു. എലീശ ദൈവിക ശുശ്രൂഷ ആരംഭിച്ചതോടുകൂടെ ഇപ്രകാരമുള്ള അനേക ദൈവിക വിടുതലുകൾ ഇസ്രായേലിലുണ്ടാകുകയാണ്. ഇസ്രായേൽ രാജ്യം ആത്മീയമായും സാമ്പത്തികമായും രാഷ്ട്രീയമായും ഉയരുകയായിരുന്നു. കർമ്മേലിൽ വെച്ച് ദൈവമഹത്വം കണ്ട ദൈവജനം വീണ്ടും പിന്മാറ്റത്തിലായപ്പോൾ സാത്താന്യ നുകവും ദേശത്ത് കഠിനപ്പെട്ടിരുന്നു. എന്നാൽ എലീശ ദൈവിക ശുശ്രൂഷ ആരംഭിച്ചതോടുകൂടെ ഇസ്രായേൽ രാജ്യത്ത് ദുഷ്ടം വെച്ചിരുന്ന നുകങ്ങൾ തകർക്കപ്പെടുകയും സകല രാജ്യങ്ങളിലും വെച്ച് ഇസ്രായേലിന് മാത്രമായി ഉണ്ടാകുന്ന ഈ മുന്നേറ്റത്തെ സാത്താൻ ശ്രദ്ധിച്ചു. ഇസ്രായേലിലെ പ്രവാചകനായിരിക്കുന്ന എലീശ നിമിത്തമാണ് ഇസ്രായേൽ രാജ്യത്തിന് ഈ മുന്നേറ്റം ഉണ്ടാകുന്നതെന്ന് ഒടുവിൽ അവൻ തിരിച്ചറിഞ്ഞു. ദൈവിക ശുശ്രൂഷയ്ക്കെതിരായി സാത്താൻ തീയമ്പുകൾ തൊടുക്കുവാൻ തുടങ്ങി. ദൈവപുരുഷനായ എലീശയുടെ പ്രാർത്ഥനയുടെ ഫലമായി ശൂനേംകാരത്തിക്ക് ഒരു മകൻ ലഭിച്ചു. എങ്കിലും ആ കുഞ്ഞ് പിന്നീട് മരിച്ചു എന്ന് തിരുവെഴുത്ത് പറയുന്നുണ്ട്. എന്നാൽ എലീശ ദൈവത്തോട് പ്രാർത്ഥിച്ചു. ദൈവം ആ കുഞ്ഞിന് ജീവൻ നൽകി. പായസക്കലത്തിൽ കലർന്ന പേച്ചുര ശിഷ്യന്മാരുടെ മരണത്തിന് കാരണമാകാമായിരുന്നു. എന്നാൽ എലീശ അതിനെ ശുദ്ധീകരിച്ചു. പാപം ചെയ്ത ഗേഹസി പ്രവാചക സംഘത്തിൽ അംഗമായി തുടരുവാൻ ആഗ്രഹിച്ചെങ്കിലും എലീശ അവനെ പുറത്താക്കി. പ്രവാചക സംഘത്തെ മുഴുവനും അശുദ്ധമാക്കുവാൻ സാത്താൻ ഗേഹസിയെ ഉപയോഗിക്കുകയായിരുന്നു. ഉന്നതമായ ദർശനത്തോടെ മരം മുറിച്ച പ്രവാചക ശിഷ്യൻ്റെ കോടാലി യോർദാനിൽ നഷ്ടപ്പെട്ടെങ്കിലും എലീശ അത് തിരികെ എടുത്തു. ഇവിടെയെല്ലാം കാണാൻ കഴിയുന്നത് ദൈവിക പദ്ധതിക്കെതിരായി ദുഷ്ടൻ്റെ എതിർപ്പുകൾ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, സാത്താൻ വിവിധ നിലകളിൽ എലീശയ്ക്കെതിരെ, എലീശയുടെ ആത്മീക ശുശ്രൂഷയ്ക്കെതിരെ പ്രവർത്തിക്കുകയായിരുന്നു. എന്നാൽ ദൈവപുരുഷനായ എലീശ അതെല്ലാം തിരിച്ചറിയുകയും അതിനെയെല്ലാം ഫലപ്രദമായി തടയുകയും ചെയ്തു. ആത്മീകമായുള്ള തന്ത്രങ്ങൾ ഫലിക്കാതെയായപ്പോൾ എലീശയ്ക്കെതിരായി അക്ഷരികമായൊരു നീക്കത്തിന് സാത്താൻ പദ്ധതിയിട്ടു. എലീശയുടെ ശിഷ്യന്മാർ ശുദ്ധീകരണത്തോടും ദർശനത്തോടും കൂടെ ഒരു പുതിയ പാർപ്പിടം പണിയുവാൻ ഒരുങ്ങുന്ന സമയത്ത് അരാം രാജാവ് ഇസ്രായേലിനെതിരായ രഹസ്യമായി പടനീക്കം നടത്തുകയാണ്. ഒരു യുദ്ധത്തിന് മതിയായ കാരണമൊന്നുമില്ലെങ്കിലും അരാമ്യ സൈന്യം ഇസ്രായേലിനെതിരായി പുറപ്പെടുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. എന്നാൽ അരാം സൈന്യം നടത്തുന്ന ഈ രഹസ്യ നീക്കത്തെ യഹോവയായ ദൈവം എലീശയ്ക്ക് വെളിപ്പെടുത്തി. എലീശ അത് ഇസ്രായേൽ രാജാവിനെ അറിയിച്ചു. ഇസ്രായേൽ രാജാവ് തൻ്റെ സൈന്യത്തെ അയച്ച് അരാമ്യരുടെ രഹസ്യ നീക്കത്തെ ഫലപ്രദമായി തടഞ്ഞു. ഇങ്ങനെ ഒന്നല്ല രണ്ടല്ല അനേകം പ്രാവശ്യം അരാമ്യരുടെ രഹസ്യ നീക്കത്തെ ഇസ്രായേൽ രാജാവ് തടയുക. തൻ്റെ സൈന്യം നടത്തുന്ന ഈ രഹസ്യ നീക്കത്തെ ഇസ്രായേൽ രാജാവ് എങ്ങനെ അറിയുന്നു എന്നറിയാതെ അരാം രാജാവ് ഏറ്റവും വ്യാകുലനായി. സൈന്യം നടത്തുന്ന ഈ രഹസ്യ നീക്കം ഇസ്രായേൽ രാജാവ് അറിയുന്നത് എലീശ എന്ന ദൈവപുരുഷനിൽ കൂടെയാണെന്ന് ഒടുവിൽ രാജാവ് തിരിച്ചറിഞ്ഞു. എലീശ എന്ന ദൈവപുരുഷൻ ജീവനോടെ ഇരിക്കുന്നിടത്തോളം കാലം ഇസ്രായേലിനെ ആക്രമിച്ച് പരാജയപ്പെടുത്തുവാൻ കഴിയുകയില്ലെന്ന് കണ്ട അരാം രാജാവ് ദൈവപുരുഷനായ എലീശയെ ഏതു വിധമെങ്കിലും കൊല്ലുവാൻ തീരുമാനിച്ചു. ദൈവപുരുഷനായ എലീശയ്ക്കെതിരായി അരാം രാജാവിൻ്റെ മനസ്സിനെ തിരിക്കുവാൻ സാത്താൻ തന്ത്രപൂർവ്വം പ്രവർത്തിക്കുകയായിരുന്നു. ശുദ്ധാത്മാവിൻ്റെ ശക്തിയോടെ നാം ശുശ്രൂഷിക്കുമ്പോൾ ഈ ലോകത്തിന് ദൈവമായിരിക്കുന്ന സാത്താൻ അക്ഷരികമായോ ആത്മീയമായോ നമ്മളെ എതിർക്കാൻ ഇടയുണ്ട്. 40 ദിവസത്തെ ഉപവാസത്തിന് ശേഷം വിശന്നിരിക്കുന്ന യേശുക്രിസ്തുവിൻ്റെ അടുക്കിലേക്ക് സാത്താൻ ചെന്നതായും യേശുവിനെ പരീക്ഷിക്കുന്നതും തിരുവെഴുത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടല്ലോ. തിരുവെഴുത്ത് ഇങ്ങനെ പറഞ്ഞത് ലൂക്കോസ് സുവിശേഷം 4-ാം അധ്യായം 4-ാം വാക്യത്തിൽ പറയുന്നുണ്ട്. അങ്ങനെ പിശാച് സകല പരീക്ഷയും തികച്ച ശേഷം കുറേ കാലത്തേക്ക് അവനെ വിട്ടുമാറി. കല്ലിനെ അപ്പമാക്കുക, സാത്താനെ വണങ്ങുക, ദൈവാലയത്തിൻ്റെ മുകളിൽ നിന്ന് ചാടുക എന്നിങ്ങനെയുള്ള എല്ലാ പ്രലോഭനങ്ങളും സാത്താൻ്റെ ആത്മീകമായുള്ള തന്ത്രങ്ങളായിരുന്നു. എന്നാൽ നമ്മുടെ കർത്താവായ യേശുക്രിസ്തു ആത്മീകമായുള്ള ആ തന്ത്രങ്ങളെ വിവേചിച്ചറിഞ്ഞ് അതിനെല്ലാം പരാജയപ്പെടുത്തി. തുടർന്ന് സാത്താൻ യേശുക്രിസ്തുവിനെ അക്ഷരികമായി എതിർക്കുന്നത് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അവന് അതിനുപയോഗിച്ചത് ദൈവകൃപയിൽ നിന്നും വീണുപോയ യഹൂദ മത നേതാക്കന്മാരെയും പുരോഹിതന്മാരെയും പരീശന്മാരെയായിരുന്നു. എലീശയ്ക്കെതിരായി ആത്മീയമായുള്ള തന്ത്രങ്ങൾ ഫലിക്കാതെയായപ്പോഴാണ് അക്ഷരികമായി പോരാട്ടം ആരംഭിച്ചത്. ഇവിടെ നമ്മുടെ കർത്താവിൻ്റെ കാര്യത്തിലും അതുതന്നെയാണ് സംഭവിക്കുന്നത്. ഒരിക്കൽ എലീശ ദോതാനിലുണ്ടെന്ന് അരാം രാജാവിന് അറിവ് കിട്ടി. അവൻ തൻ്റെ ശക്തിയുള്ള സൈന്യത്തെ കുതിരകളും രഥങ്ങളുമായി ദോതാനിലേക്ക് അയച്ചു. അവർ വന്ന് പട്ടണത്തെ വളഞ്ഞു. എന്നാൽ ആ രാത്രിയിൽ അവർക്ക് എലീശയുടെ അടുക്കിലെത്തുവാനോ അവനെ പിടിക്കുവാനോ കഴിഞ്ഞില്ല. വിശ്വസ്തയോടെ തന്നെ സേവിച്ച എലീശ എന്ന
ദൈവപുരുഷനെ ദൈവം തൻ്റെ ദൂതന്മാരെ അയച്ച് സംരക്ഷിക്കുകയായിരുന്നു. അതുകൊണ്ടാണ് അരാം സൈന്യത്തിന് അദ്ദേഹത്തെ പിടിക്കുവാൻ സാധിക്കാഞ്ഞത്. തിരുവെഴുത്ത് പറഞ്ഞു, യഹോവയുടെ ദൂതന്മാർ അവിടുത്തെ ഭക്തന്മാരുടെ ചുറ്റും പാളയമിറങ്ങി അവരെ വിടുവിക്കുന്നു. നമ്മുടെ രാജ്യമായ ഭാരതത്തെ സംരക്ഷിക്കുവാൻ നമ്മുടെ രാജ്യത്തിൻ്റെ അതിർത്തികളിൽ നമ്മുടെ പടയാളികൾ സദാ ജാഗരൂകരായിരിക്കുകയാണ്. രാത്രിയിലും പകലിലും ചൂടിലും തണുപ്പിലും അവർ തങ്ങളുടെ ജീവൻ പണയം വെച്ച് പോലും ശത്രുരാജ്യങ്ങളുടെ ആക്രമണത്തിൽ നിന്നും നമ്മെ സംരക്ഷിക്കുന്നു. നാം ഉറങ്ങുമ്പോഴും അവർ ഉറങ്ങാതെ നമ്മളെ കാത്തു സംരക്ഷിക്കുകയാണ്. ശത്രു സൈന്യത്തിൻ്റെ ആക്രമണത്തിൽ നിന്നും നമ്മയും നമ്മുടെ രാജ്യത്തെയും കാത്തു സൂക്ഷിക്കുന്ന നമ്മുടെ സൈനികരെയും മണ്ണിൽ വിയർപ്പൊഴുക്കി നമ്മെ തീറ്റിപ്പോറ്റുന്ന നമ്മുടെ കർഷകരെയുമാണ് നാം ഏറെ ആദരിക്കേണ്ടത്. എന്നാൽ ഇവിടെ ഒരു കാര്യമുണ്ട്. രാജ്യത്തിൻ്റെ സൈനികർക്ക് അക്ഷരികമായ സംരക്ഷണം നൽകുവാനേ സാധിക്കുകയുള്ളൂ. നമ്മുടെ ആത്മീക ശത്രുവായ സാത്താനിൽ നിന്നോ അവൻ്റെ തീയമ്പുകളിൽ നിന്നോ നമ്മെ വിടുവിക്കുവാൻ രാജ്യത്തിൻ്റെ സൈനികർക്ക് കഴിയത്തില്ല. യേശുക്രിസ്തുവിൽ വിശ്വസിപ്പാൻ കൃപ ലഭിച്ച ഓരോ വ്യക്തികളും അതാത് രാജ്യത്തിൻ്റെ ഉത്തമ പൗരന്മാരായിരിക്കുമ്പോൾ തന്നെ അവർ ആത്മീയമായി ദൈവരാജ്യത്തിലെ അംഗങ്ങളുമാണ്. രാജ്യത്തിൻ്റെ പടയാളികൾ നമ്മളെ അക്ഷരികമായി സംരക്ഷിക്കുന്നത് പോലെ ദൈവരാജ്യത്തിലെ അംഗമെന്ന നിലയിൽ ദൈവികമായൊരു സംരക്ഷണ വലയവും നമുക്കുണ്ട്. നമ്മുടെ കർത്താവായ യേശുക്രിസ്തു തൻ്റെ രക്തത്താൽ നമ്മെ വിലയ്ക്ക് വാങ്ങിയിരിക്കുന്നതിനാൽ നാം ദൈവത്തിൻ്റെ പ്രത്യേക സമ്പത്താണ്. യേശുക്രിസ്തുവിൻ്റെ മധ്യാകാശ വരവരെയും നാം ദൈവശക്തിയിൽ സൂക്ഷിക്കപ്പെടുകയും ദൂതന്മാരാൽ സംരക്ഷിക്കപ്പെടുകയും ചെയ്യും. ദൂതന്മാരുടെ ഈ സംരക്ഷണ വലയത്തെ നമ്മുടെ അക്ഷരിക കണ്ണുകൾ കൊണ്ട് നമുക്ക് കാണാൻ കഴിയത്തില്ലെങ്കിലും അതൊരു യാഥാർത്ഥ്യം തന്നെയാണ്. ദൈവത്തിൻ്റെ വചനം അത് പറയുന്നുണ്ട്. എബ്രായലേഖനം 1:14 പറയുന്നുണ്ട്, അവർ എല്ലാവരും രക്ഷ പ്രാപിക്കാനുള്ള ഒരു ശുശ്രൂഷയ്ക്കായി അയക്കപ്പെടുന്ന സേവകാത്മാക്കളല്ലയോ. സ്വർഗത്തിലെത്തിക്കഴിഞ്ഞാൽ മാത്രമേ ഇത്തരത്തിലുള്ള ദൈവിക വിടുതലിൻ്റെ പൂർണ്ണ രൂപത്തെ നാം തിരിച്ചറിയുകയുള്ളൂ. പ്രഭാതത്തിൽ കൂടാരത്തിന് പുറത്തേക്ക് ഇറങ്ങിയ എലീശയുടെ ബാല്യക്കാരൻ കണ്ടത് പട്ടണം വളഞ്ഞിരിക്കുന്ന അരാം സൈന്യത്തെയാണ്. അവൻ അവരെ കണ്ടു പേടിച്ച് നിലവിളിച്ചു പോയി. ഉടനെ ദൈവപുരുഷനായ എലീശ കൂടാരത്തിന് വെളിയിലേക്ക് വന്ന് അവനുവേണ്ടി പ്രാർത്ഥിക്കാൻ ആരംഭിച്ചു. ദൈവം ആ ബാല്യക്കാരൻ്റെ ഹൃദയകണ്ണുകളെ തുറന്നു. പിന്നെ അവൻ കണ്ടത് അരാമ്യ സൈന്യത്തെയല്ല കണ്ടത്. പിന്നെ അവൻ കണ്ടത് എലീശയ്ക്ക് ചുറ്റും പാളയമിറങ്ങിയിരിക്കുന്ന അഗ്നിമയമായ രഥങ്ങളെയും അഗ്നിമയമായ കുതിരകളെയുമാണ് അവൻ കണ്ടത്. നാം നമ്മുടെ ഹൃദയദൃഷ്ടികൾ പരിശുദ്ധാത്മാവിനാൽ തുറക്കപ്പെടുമ്പോഴാണ് ദൈവിക മർമ്മങ്ങളും ആത്മമണ്ഡലത്തിലെ രഹസ്യങ്ങളും തിരിച്ചറിയുന്നത്. ദൈവസഭയിലെ എല്ലാ അംഗങ്ങളുടെയും ഹൃദയദൃഷ്ടികൾ തുറക്കപ്പെടണമെന്നും വിശ്വസിക്കുന്നവർക്ക് വേണ്ടി വ്യാപരിക്കുന്ന ദൈവശക്തിയുടെ ആ അളവറ്റ വലുപ്പത്തെ തിരിച്ചറിയണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോസ്തലനായ പൗലോസ് അതേക്കുറിച്ച് പറയുന്നു, നമ്മുടെ കർത്താവായ യേശുവിൻ്റെ ദൈവവും മഹത്വവുമായവൻ നിങ്ങൾക്ക് തന്നെക്കുറിച്ചുള്ള പരിജ്ഞാനത്തിൽ ജ്ഞാനത്തിൻ്റെയും വെളിപ്പാടിൻ്റെയും ആത്മാവിനെ തരേണ്ടതിനും നിങ്ങളുടെ ഹൃദയദൃഷ്ടി പ്രകാശിപ്പിച്ചിട്ട് അവൻ്റെ വിളിയാനുള്ള ആശ ഇന്നതെന്നും വിശുദ്ധന്മാരിൽ അവൻ്റെ അവകാശത്തിൻ്റെ വ്യാപാരത്താൽ വിശ്വസിക്കുന്ന നമുക്ക് വേണ്ടി വ്യാപരിക്കുന്ന ദൈവശക്തിയുടെ അളവറ്റ വലുപ്പം ഇന്നതെന്നും നിങ്ങൾ അറിയേണ്ടതിനു വേണ്ടി പ്രാർത്ഥിക്കുന്നു. എഫെസ്യ ലേഖനം 1:17-19 വരെയുള്ള വാക്യങ്ങളാണ് ഞാനിവിടെ പറഞ്ഞത്. ദൈവപുരുഷനായ എലീശയുടെ പ്രാർത്ഥന കേട്ട് അരാമ്യരുടെ കണ്ണുകളെ ദൈവം കുരുടാക്കി. രാത്രിയിൽ ദൈവപുരുഷനെ സംരക്ഷിച്ച ദൈവദൂതൻ പ്രഭാതത്തിൽ അരാമ്യ സൈന്യത്തെ ബാധിക്കുകയായിരുന്നു എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ദൈവത്തിൻ്റെ കൈ തന്നെ അന്വേഷിക്കുന്ന ഏവർക്കും അനുകൂലമായും അവിടുത്തെ ഉപേക്ഷിക്കുന്ന ഏവർക്കും പ്രതികൂലമായിരിക്കുന്നുവെന്ന് എസ്രായുടെ പുസ്തകം 8-22 വാക്യത്തിൽ വായിക്കുന്നുണ്ട്. കാഴ്ച നഷ്ടമായ അരാം സൈന്യത്തെ എലീശ ഇസ്രായേലിലെ തലസ്ഥാനമായിരിക്കുന്ന ശമരിയ പട്ടണത്തിലേക്ക് നടത്തി. എലീശയുടെ കൽപ്പന പ്രകാരം ഇസ്രായേൽ രാജാവ് അവർക്കൊരു സദ്യ ഒരുക്കുകയും അവർ തിന്നുകുടിച്ച് സ്വദേശത്തേക്ക് മടങ്ങുകയും ചെയ്തു. ദോതാനിൽ വെച്ച് എലീശയെ കൊല്ലുവാൻ സാത്താൻ അരാമ്യ സൈന്യത്തെ അയച്ചുവെങ്കിലും അവർ അവിടെ പരാജയപ്പെട്ടു പോയി. ദോതാൻ എന്ന പേരുള്ള സ്ഥലം നമുക്കറിയാം. ഉൽപ്പത്തി പുസ്തകത്തിൽ ഈ സ്ഥലത്തിൻ്റെ പേര് പറഞ്ഞുണ്ട്. യാക്കോബിൻ്റെ മൂത്ത മക്കളെല്ലാം കൂടെ ഇളവനും സ്വപ്നക്കാരനുമായ യോസഫിനെ പൊട്ടക്കിണറ്റിൽ തള്ളിയിട്ട് കൊല്ലുവാൻ ശ്രമിച്ചതും ഇതേ സ്ഥലത്ത് വെച്ചായിരുന്നു. ഉൽപ്പത്തി പുസ്തകം 37:17 വാക്യത്തിൽ നമുക്കത് കാണാൻ കഴിയുന്നുണ്ട്. ദോതാൻ കാണിക്കുന്നത് ദർശനപ്രകാരം അല്ലെങ്കിൽ ആത്മനിയോഗപ്രകാരം മുന്നേറുന്ന വ്യക്തികൾക്കെതിരായി സാത്താൻ അക്ഷരികമായി എതിർത്ത് പരാജയപ്പെടുത്തുവാൻ ശ്രമിക്കുന്ന ഒരു അന്തരീക്ഷമാണ് ദോതാൻ എന്ന് പറയുന്ന ഈ സ്ഥലത്തെക്കുറിച്ച് നമുക്ക് കാണാൻ കഴിയുന്നത്. ആത്മീകമായുള്ള തന്ത്രങ്ങൾ ഫലിക്കാതെയാവുമ്പോഴാണ് സാത്താൻ അക്ഷരികമായുള്ള ആക്രമണത്തിന് ഒരുങ്ങുന്നത്. എന്നാൽ ദൈവജനത്തിന് മുൻപിൽ സാത്താൻ എത്ര ദോതാനുകൾ ഒരുക്കിയാലും ദൈവം തൻ്റെ ജനത്തെ അതിൽ നിന്നെല്ലാം വിടുവിക്കും. ദൈവസഭ പലപ്പോഴും ദോതാൻ്റെ അനുഭവത്തിൽ കൂടെ കടന്നു പോയിട്ടുണ്ട്. പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയോടെ മുന്നേറുന്ന ദൈവസഭയെ തന്ത്രങ്ങളിൽ കൂടെ പരാജയപ്പെടുത്തുവാൻ തകർക്കുവാൻ കഴിയുകയില്ലെന്ന് കണ്ട ദുഷ്ടൻ
ദൈവസഭയ്ക്കെതിരായി അക്ഷരികമായൊരു ആക്രമണത്തിന് തയ്യാറായി. യഹൂദ നേതാക്കന്മാരെയും പിന്നീട് റോമൻ ചക്രവർത്തിമാരെയും സാത്താൻ ഇതിനുവേണ്ടി ഉപയോഗിച്ചു. അതിശക്തമായ പീഡനത്തിൽ കൂടെയാണ് ദൈവസഭ അതിൻ്റെ പ്രാരംഭ ചുവടുകൾ വെച്ചത്. ആദ്യത്തെ രക്തസാക്ഷി വിശുദ്ധനായ സ്തെഫാനോസ് ആയിരുന്നു. അപ്പോസ്തലപ്രവൃത്തികളുടെ പുസ്തകം 7:86 അത് പറയുന്നുണ്ട്. AD 70 യഹൂദന്മാർ ചിതറപ്പെട്ടുവെങ്കിലും തുടർന്ന് റോമൻ ചക്രവർത്തിമാർ ദൈവസഭയെ പീഡിപ്പിച്ചു വന്നു. അനേകം വിശുദ്ധന്മാരെ ഉദ്യാനങ്ങളിൽ തീപ്പന്തങ്ങളാക്കി മാറ്റി. വിശന്നു കിടക്കുന്ന സിംഹങ്ങളുടെ മുമ്പിലേക്ക് ചില ദൈവഭൃത്യന്മാർ വലിച്ചെറിയപ്പെട്ടു. വിശുദ്ധന്മാരുടെ രക്തം ചിന്തപ്പെടുന്നത് കാണുമ്പോൾ ചക്രവർത്തിമാരും അവരുടെ സ്തുതിപാഠകന്മാരും ആർത്തിച്ചിരിക്കുമായിരുന്നു. എന്നാൽ സാത്താന്യ ശക്തികളെ അമ്പരപ്പിച്ചുകൊണ്ട് ആ പീഡനകാലത്തും ദൈവസഭ ശക്തിയോടെ വളരുകയായിരുന്നു. പീഡനമല്ല ദൈവസഭയെ വളർത്തിയത്, പരിശുദ്ധാത്മാവ് ദൈവസഭയെ വളർത്തുകയായിരുന്നു. പരിശുദ്ധാത്മാവിനെ നയിക്കപ്പെടുന്ന ദൈവസഭയെ പീഡനങ്ങൾ കൊണ്ടോ ദുരുപദേശങ്ങൾ കൊണ്ടോ നശിപ്പിക്കാൻ കഴിയില്ലെന്ന് കണ്ട സാത്താൻ മറ്റൊരു തന്ത്രമായി രംഗത്തെത്തി. ഈ തലമുറയിൽ ജീവിക്കുന്ന എല്ലാ ദൈവമക്കളും ഈ പൈശാചിക തന്ത്രത്തെ തിരിച്ചറിയേണ്ടതുണ്ട്. അതേക്കുറിച്ച് അടുത്ത സന്ദേശത്തിൽ നിങ്ങളുമായി പങ്കിടുവാൻ ആഗ്രഹിക്കുന്നു. ഒരാത്മീയ നവോത്ഥാനം നമ്മുടെ ഈ തലമുറയിൽ സംഭവിക്കട്ടെ. അതിനായി നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം.